മച്ചാമ്മ ഇതെൻ്റെ ഫസ്റ്റ് വോയിസാണ്, ഓൺ വോയിസ് വീഡിയോ ആണ്. ഇപ്പം ഞാൻ പ്രത്യേകം തിരുവനന്തപുരത്ത് എത്തിയിരുന്നുണ്ട്. ഇപ്പം വീഡിയോ ഇടാൻ വൈകിയത് പറഞ്ഞതിലേക്ക് വയ്യ, സാധാരണ വീഡിയോ ഇടാൻ വൈകിയത്. ഇപ്പം നേരെ ടോപ്പിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്ന് അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഇപ്പോൾ നമ്മൾ ഓട്ടോസ് വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ ഒരു ഇതുണ്ടായി. അപ്പോൾ അവിടെ പൈസ കൊടുത്ത ഓട്ടോ കയറിയിട്ട് ഓട്ടോ കൂടി ഇപ്പോൾ ഓട്ടോ എടുക്കാൻ പോകണം. എൻ്റെ വാക്കാണ് ഫ്രണ്ടിൽ പോണത് ബാഗിലേക്ക്. അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടായി. എനിക്ക് ചെറിയൊരു നാണം, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞാൽ തന്നെ ഒരു നാണം വന്നു. ആ ഓട്ടോ കൂടി പോകണം. വേറെ നല്ല ഫോൺ വോയിസ് വീഡിയോ ചെയ്യാൻ കാര്യം വീഡിയോയുടെ ഇടയ്ക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് വെറുതെ വന്ന് പോയിട്ടുണ്ട്. അത് വേറെ നമ്മ തന്നെ സംസാരിക്കുന്നത് തന്നെയാണ്, ഞാൻ തന്നെ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്ത് പോകണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിപ്പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പം ഈ വീഡിയോനായിട്ട് മർജ ഉണ്ടാവില്ല ഈ ഓൺ വോയിസ് വീഡിയോ, വേറെ ഒന്നല്ല വോയിസ് വേറെ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യണത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി നമ്മളിപ്പോൾ ഭീമാപ്പള്ളി എത്താനാകുമ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ പാട്ട് കേട്ടുന്നു. അപ്പം മച്ചാന്മാർ അതേപോലെ തന്നെ ഞാനും എൻ്റെ വാപ്പയും എൻ്റെ ഇക്കാക്കയും എൻ്റെ അപ്രായമുള്ള ഒരുത്തരും ഇവിടെ ഉണ്ടായി. അവരുടെ പേര് കുക്കുവാണ്, ഷാജാൻ കുക്കുവാണ് തോന്നുന്നത്. ഇക്കാക്കയുടെ ഓർമ്മയുള്ള നമ്മൾ 4 ഒരു ഓട്ടോയിൽ, ബാക്കി ഉള്ളവർ വല്യമ്മമാരും എൻ്റെ ഉമ്മയും ബാക്കി ഒരാളും കൂടി ഉണ്ട്. അവരൊക്കെ വേറൊരു ഓട്ടോയിലാണ്. അപ്പോൾ നമ്മൾ 2 ഓട്ടോയിലായിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ വിക്കി പറയണ കാരണം തന്നെ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തെറ്റുണ്ട്. അപ്പോൾ ഈ അമ്പലമൊക്കെ കണ്ടില്ലേ, അപ്പോൾ പെട്ടെന്ന് ഇക്കാ വിളിച്ചാൽ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എടുത്താണ്. അപ്പോൾ പോണ പോക്കി കുറേ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പം അതേപോലെ ചെറിയ കാഴ്ചകളാണ് തിരുവനന്തപുരത്ത് പോയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പോണത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ടാണ് പോയത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു എന്താണെന്നറിയില്ല, കണ്ടപ്പോഴേക്കൊരു ഇത് വേറല്ല. കൊച്ചി ഇങ്ങനെ കൊല്ലം അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നു. പിന്നെ മൂന്നാർ ആ ഭാഗമൊക്കെ കണ്ടിട്ടുള്ളൂ. അത് ദൂരെ വേറെ ജില്ലയിൽ പോയി അങ്ങനെ വലുതായിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ തിരിച്ചിങ്ങനെ വന്നേനെ. അപ്പം തന്നെ എന്ന് പറയുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി. സ്ലീപ്പറിൽ തന്നെ പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണ പോക്കിൽ ഇപ്പോൾ ഇത് കണ്ട, ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്താണെന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലൊരു ഓട്ടോ ഉണ്ട്. വെറുതെ എന്താ വീഡിയോ അങ്ങനെ ഇങ്ങനെ വെറുതെ എടുത്ത് പോണേണ്. വേറെ ഒന്നല്ല, ഇങ്ങനെ ചെറിയ നാണം ഓട്ടോക്കാരനങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ കാരണം ഇതാണ്. അപ്പോൾ അതേ ഇപ്പോൾ വളച്ച് നമ്മൾ നേരെ ഈ വഴിയിലോട്ട് പോണേണ്. കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭീമാപ്പള്ളി പോകണമെന്നാണെങ്കിൽ ഇപ്പോൾ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ എല്ലാവർക്കും അറിയാം, കറക്റ്റായിട്ട് അറിയില്ല. അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവിടെ പോകാൻ നിൽക്കണ്ട. വേറെ ആരെങ്കിലും ഇപ്പം വലിയ വ്ളോഗർമാരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ കണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക മാക്സിമം. വേറെ വഴിയൊന്നും എനിക്ക് അങ്ങനെ പറയാനറിയില്ല വലുതായിട്ട്. നമ്മിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണതാണ്. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. വേറെല്ല ഒന്നും മിസ്സായി പോകണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ ഓട്ടോ ചേട്ടൻ്റെ ഇതൊന്നും എടുത്തില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നുള്ള ഒരു ഇത് കാരണം. പക്ഷെ തിരുവനന്തപുരത്ത് മിക്കണം ഈ അമ്പലം കണ്ട്, ഈ അമ്പലം ഒരു തമിഴ്നാട്ടിലെ അമ്പലം പോലെയൊക്കെ തോന്നി. അപ്പം അങ്ങനെ എടുത്താണ്. പിന്നെ അവിടെ കുറേ പച്ചപ്പൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് ആ വഴി നല്ല വഴി, പക്ഷേ കുറച്ച് ഉൾവഴി കയറിപ്പോയാലേ ഭീമാപ്പള്ളി എത്തുള്ളൂ. ഇപ്പോൾ ഭീമാപ്പള്ളി പോയപ്പോൾ ഞാൻ ഭീമാപ്പള്ളിയുടെ വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ എടുത്ത വീഡിയോ അല്ല, വേറെ ക്രിയേറ്റർ എടുത്ത വീഡിയോ ഞാൻ ഒന്ന് ഇത് ചെയ്യണം. അപ്പോൾ ആ ക്രെഡിറ്റ് മൊത്തം ക്രിയേറ്ററിനെ അയക്കും. അത് പിന്നെ ഇങ്ങനെയാണ് ഈ വഴിയാണെന്നൊരു ഈ വഴി കണ്ടപ്പോൾ മറ്റേ സീൻ എന്താണ് റൺവേലത്തെ വരുന്നില്ല, അതേപോലത്തെ ഒരു വഴി പോലെ തോന്നിയത്. കുറേ വീട് കാണാൻ ഓട്ടോറിക്ഷ കാരണം ഒരു ഫോൺ പോകാനുള്ള പേടി. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഫോണിൻ്റെ ഒരു കാര്യം പോകുന്നുള്ള പേടി കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം ഇങ്ങനെ പോയി പിന്നെ ഈ വീടാണ് പഴയകാല വീട് പോലെ. പിന്നെ നമ്മളിപ്പോൾ ഭീമാപ്പള്ളി എത്തി.
കുറേ വീഡിയോ അതിന് മുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിലീറ്റ് ആയിപ്പോയി, മിസ്സായിപ്പോയിരുന്നു. അപ്പോൾ ഇതാണ് ഭീമാപ്പള്ളിൻ്റെ ഒരു ഗേറ്റ്. അപ്പോൾ ഈ ഭീമാപ്പള്ളിൻ്റെ ഉൾഗേറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ കൂടി നമ്മിങ്ങനെ കയറിയപ്പോൾ ഇങ്ങനെ നല്ല രസം. അപ്പോൾ ഭീമാപ്പള്ളിൻ്റെ വീഡിയോ കുറച്ചെടുക്കാൻ പറ്റാത്ത എടുത്തിട്ടുണ്ട്. കണ്ട അത് ആ പള്ളി നല്ല പള്ളി കണ്ട. ഞാൻ മാക്സിമം പോകാൻ ശ്രമിക്കുക, പോകാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അവിടെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ റൂം എടുത്ത ഒരു ദിവസം താമസിക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മളെ ഗതി വരും. നമ്മളെ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് നല്ല വേണ്ട എടുക്കണ്ട്. വേറെ ഇരുന്ന് പോയിട്ട് അങ്ങനെ ശീലമില്ല നല്ല ഒട്ടും ദൂരെ അങ്ങനെ ഒന്നും പോയിട്ടില്ല. കിടക്കണ്ടേ. വേറെ നമ്മളെ ഭീമാപ്പള്ളി എത്തിയിരിക്കുകയാണ്. മച്ചന്മാര് നമ്മ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പള്ളിൻ്റെ ഉള്ളിലും ഇതൊക്കെ കയറാൻ പോണ. ഫുഡ് കഴിച്ചിട്ടാണ് മച്ചന്മാരെ നമ്മ ഫുഡ് കഴിക്കാൻ പോണതിന് മുമ്പ് ദിവന് ഇവൻ്റെ ഫോണിൻ്റെ ചാർജർ മേടിക്കാൻ വേണ്ടി പോണു. മേടിച്ചിട്ടാണ് ഓക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ കയറി എടുക്കാൻ പറ്റിയ എടുക്കാം. ഫുഡ് കഴിച്ചത് ഹോട്ടലിൻ്റെ പേരാണ് ചേട്ടാ. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പേര്. ഈ ഹോട്ടലിനാണ് ഫുഡ് കഴിച്ചത്. പിന്നെ പള്ളിൻ്റെ ഉള്ളിലോട്ട് കയറുമെന്ന് തോന്നണം. കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ബാക്കി പറഞ്ഞുതരാം. മച്ചാമ്മ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഭീമാപ്പള്ളി എത്തി. ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചെന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിലല്ല, ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ എടുക്കാൻ പറ്റിയ മാക്സിമം എടുക്കുക. പോരാത്തൊരു ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം. അപ്പം കയറപ്പോൾ വെയിറ്റ് ആണ്. വല്യമ്മനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ വന്നിട്ട് കയറുള്ളൂ. ഓക്കെ. സമയം നമ്മൾ വീഡിയോ അതിൻ്റെ പേരാണ്. പിന്നെ അങ്ങോട്ട് പോകണ വീഡിയോ ഒന്നും എടുക്കല്ല. അങ്ങോട്ട് പോകണ വീഡിയോ ഒന്നും എടുക്കല്ല. ബൈറ്റ്സ് മീ ചപ്പി നമ്മൾ വീഡിയോ അതിൻ്റെ പേരാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 6:38 ഇപ്പോൾ ട്രെയിൻ വിടാമാണ്. വിടാമാണ്. ബൈറ്റ്സ് മീ ചപ്പി സൈനിങ് ഔട്ട്. شكور قدوس سبوح الموت في أمني صدري هلاوة السير للحق. മച്ചന്മാരെ ഇപ്പോൾ വേറെ നല്ല വീഡിയോ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോൻ്റെ കാണിക്കുന്ന പറഞ്ഞാൽ ബ്ലാക്ക് സ്ക്രീന് വേറെ നല്ല വീഡിയോ ബാക്കി എടുത്തില്ലായിരുന്നു. വയ്യാതെ ക്ഷീണിച്ച്. അപ്പോൾ അതുപോലെ തന്നെ ആ ഹോട്ടലിലെ ഫുഡ് നല്ല ഫുഡാണ്. നിങ്ങൾ മാക്സിമം അവിടുത്തെ ബിരിയാണി വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. ചൂണൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ റേറ്റിൻ്റെ പ്രശ്നം നല്ല കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അടുത്ത ട്രാവൽ വ്ളോഗ് ഇതേപോലെ ഇനി പള്ളി പോകുമെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. ആ പോണെങ്കിൽ തന്നെ ഇതിനെക്കാട്ടി മികച്ച വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കാം. വേറെ നല്ല അപ്പം ആ സമയത്ത് വേറല്ല എടുത്തോ പിടിച്ചൊന്നും പറഞ്ഞാൽ പോയത്. അതാണ് എടുക്കാണ്ട് മാക്സിമം വീഡിയോ എടുക്കാണ്ട് പോയത്. അപ്പം ഇനി ഞാൻ ചോദിക്കും ഏർവാടി പോകാമെന്ന്. ഏർവാടി പള്ളി ഞങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഏർവാടി പോകുന്നത് അവിടെ വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ വരുള്ളൂ. ചോദിക്കും, മാക്സിമം ചോദിക്കും. ഇപ്പോൾ ഉമ്മാട്ട് ഇപ്പോൾ ചോദിച്ചാലും ഉമ്മാട്ട് ചോദിക്കണം. അത് നിങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛമ്മേനെ വേറൊരു വീഡിയോ കൂടി കാണിച്ചാലുള്ളൂ. ഇതും വേറൊരു ക്രിയേറ്ററിന് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഡ്രോൺ ഷൂട്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഔട്ടർ പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് മീ ചപ്പി സൈനിങ് ഔട്ട്.